കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, ബുദ്ധിമുട്ടിലാക്കുക എന്ന ദൗത്യമാണ്. അതിലപ്പുറം BJPക്ക് ആയുധം നൽകുന്ന ഒരു നേതാവായി അദ്ദേഹം മാറുകയാണ്. BJPയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എല്ലാ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും എല്ലാ റാലികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുടുംബവാഴ്ച എന്നുള്ളതാണ്. ഗാന്ധി കുടുംബത്തെ ആ രൂപത്തിൽ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും BJP വിമർശിക്കാറ്, മോദി വിമർശിക്കാറ്. മോദി അത് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഷഹസാദെ എന്നാണ് വിളിക്കാറ്, രാജകുമാരൻ എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്താറുള്ളത്. ആ പരിഹാസത്തിന് എരിവ് പകരുന്ന ഒരു ലേഖനം ഇതിപ്പോൾ ഈ കുടുംബവാഴ്ച, രാജ്യത്തെ കുടുംബവാഴ്ചയും രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അത് മുഴുവൻ ലേഖനം കൂടി വായിക്കുമ്പോൾ എത്ര ശതമാനത്തോളം നേതാക്കൾ അങ്ങനെ വന്നിരിക്കുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നു, പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട്, UPയിലേക്ക് പോകുന്നുണ്ട്, ഓരോ നേതാക്കളുടെ കാര്യമൊക്കെ എടുത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എടുത്തു പറയുമ്പോഴും ആത്യന്തികമായി ഇതെപ്പോഴാണ് പറയുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. ഈ ലേഖനം കൊണ്ട്, അതായത് ഈ 31-ാം തീയതി ഒക്ടോബർ 31-ന് എഴുതിയ ഈ ലേഖനം കൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു ഗുണം? ഇപ്പോൾ അതാണോ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളതാണ് ശശി തരൂരിനോട് ചോദിക്കാനുള്ളത്.